ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നതിൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവും ജീവനക്കാരുടെ ജീവന് ഭീഷണിയുള്ളതും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും അസ്വീകാര്യമാണ് എന്നാണ് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ പർവനേനി ഹരീഷ് പറഞ്ഞിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹ്യ കൗൺസിലിന്റെ പ്രത്യേക യോഗത്തിലാണ് പർവതനേനി ഹരീഷിന്റെ പരാമർശമുണ്ടായത്. ഒമാൻ തീരത്ത് ഇന്ത്യയുടെ പതാകയുള്ള വാണിജ്യ കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സൊമാലിയയിൽ നിന്ന് പോയ ഇന്ത്യൻ കപ്പലിൽ നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിലുണ്ടായ 14 ജീവനക്കാരെയും ഒമാൻ അധികൃതർ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയത് ആരാണെന്ന് ഇതുവരെയായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. പശ്ചിമേഷ്യ സംഘർഷം മൂലമുണ്ടായ സമീപകാല ഊർജ്ജ വളം പ്രതിസന്ധിയോടുള്ള ഇന്ത്യയുടെ സമീപനം എക്സിലൂടെയും ഇന്ത്യ പങ്കുവച്ചിരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണത്തോടൊപ്പം ഹ്രസ്വകാല സംഘടനാപരമായ നടപടികളുടെയും സംയോജനം അത്യാവശ്യമാണ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ ഷിപ്പിംഗ് ലക്ഷ്യമിടുകയും സിവിലിയൻ ജീവനക്കാരെ അപകടത്തിലാക്കുകയും നാവിഗേഷൻ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് അസ്വീകാര്യമാണ് എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര നിയമം പൂർണ്ണമായും മാനിക്കണമെന്നാണ് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരമായ പ്രതിനിധി പർവതനേനി ഹരീഷ് കുറിച്ചത്.